السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على أشرف المرسلين وعلى آله وأصحابه أجمعين. أما بعد. اللهم صل وسلم على سيدنا محمد وعلى آل سيدنا مولانا محمد. ഏറ്റവും സർവാദരവുകൾ നിറഞ്ഞ ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, വേദിയിൽ ഉപവിഷ്ടരായ മറ്റ് പണ്ഡിതന്മാർ, ശബ്ദം ശ്രവിക്കുന്ന കാരണവന്മാർ, ഉമ്മ പെങ്ങന്മാർ, അൽഹംദുലില്ലാഹ് ബഹുമാനപ്പെട്ട സ്വാദിഖ് ഷാ വലിയുല്ലാഹി തങ്ങളുടെ ഉറൂസ് മുബാറക്കിൻ്റെ സമാപന ദിവസത്തിലാണ് നാം സംഗമിച്ചിരിക്കുന്നത്. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ നാടിൻ്റെ ആത്മീയ ചൈതന്യമായി പതിറ്റാണ്ടുകളോളം ഈ നാടിൻ്റെ ഓരോ ചലനങ്ങളും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയാണ് ബഹുമാനപ്പെട്ട സ്വാദിഖ് ഷാ വലിയുല്ലാഹി തങ്ങൾ. ശബ്ദം ശ്രവിക്കുന്ന പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്ക് മുമ്പിൽ സ്വാദിഖ് ഷാ വലിയുല്ലാഹി തങ്ങളെക്കുറിച്ച് അറിയാത്തവർ ഈ നാട്ടിൽ അല്ലെങ്കിൽ ഇതിൻ്റെ പരിസരത്ത് വിരളമായിരിക്കുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം 1960കളുടെ കാലത്ത് ഇവിടെ ഒരു മഹാൻ അന്തിയുറങ്ങുന്നുണ്ട് എന്ന് ഈ നാടിൻ്റെ മുൻഗാമികളായ കാരണവന്മാർക്ക് അറിയുകയും അതിൻ്റെ പശ്ചാത്തലത്തിൽ ഒരു ഓല ഷെഡ് കൊണ്ട് മേൽക്കൂര പണിത് അതിനെ സംരക്ഷിച്ച് നേർച്ചകളും മറ്റ് കാര്യങ്ങളും നടത്തി വന്നിരുന്ന വിഷയം മുൻഗാമികളോട് ചോദിച്ചാൽ നമുക്കറിയാൻ പറ്റും. പക്ഷേ പലർക്കുമുള്ളൊരു ചോദ്യം ഒന്നു മാത്രമാണ്: ഒരു ഒറ്റപ്പെട്ട സ്ഥലത്ത് എങ്ങനെ ഒരാൾ അന്ത്യവിശ്രമം കൊള്ളുന്നു എന്നതാണ്. തികച്ചും ഇത്തരം ചോദ്യങ്ങൾക്ക്, ഇത്തരം സംശയങ്ങൾക്ക് മറുപടി ഖുർആനിൻ്റെയോ ഹദീസിൻ്റെയോ പിൻബലം നമുക്ക് നോക്കേണ്ടതില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ സീറൂ ഫിൽ അർദ്, നിങ്ങൾ ഭൂമി ലോകത്തോട് അല്ലെങ്കിൽ ഭൂമി ലോകത്ത് സഞ്ചരിക്കുക എന്ന ആഹ്വാനം വിശുദ്ധ ഖുർആൻ നമ്മോട് പഠിപ്പിക്കുന്നുണ്ട്. ഭൂമി ലോകത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ ഇതിനേക്കാൾ വലിയ ദൃഷ്ടാന്തങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. കേരളവും കർണാടകയും തമിഴ്നാടും അതുപോലെ മറ്റുള്ള സംസ്ഥാനങ്ങൾ, അവിടെയൊക്കെ പോയാൽ നമ്മെ കണ്ണഞ്ചിപ്പിക്കുന്ന, ആശ്ചര്യപ്പെടുത്തുന്ന വലിയ വലിയ മഹാന്മാർ ഒറ്റപ്പെട്ട കേന്ദ്രങ്ങളിൽ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമുക്ക് കാണാനാവും. കർണാടകയിൽ ചിക്കമംഗ്ലൂരിനടുത്ത് ദാദാ ഹയാത്ത് എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ പോയി നോക്കൽ ഏറ്റവും നല്ലതാണ്. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളെ പോലെയുള്ള ഒരുപാട് മഹാന്മാർ സിയാറത്തിന് വരുന്ന കേന്ദ്രം. കിലോമീറ്ററുകളോളം ചുരത്തിലൂടെ സഞ്ചരിച്ചുകൊണ്ട് വലിയ മലമുകളിൽ പാറക്കെട്ടുകൾക്കടിയിലായി ഒരുപാട് മഹാന്മാർ അന്ത്യവിശ്രമം കൊള്ളുകയാണ്. ആ മഹാന്മാരുടെ സന്നിധിയിലേക്ക് എത്തുന്നത് വരെ ഒരു വീടില്ല. മറ്റുള്ള ഇവിടെ ജീവൻ
ഉണ്ടായിരുന്നു എന്നതിൻ്റെ ഒരു ലാഞ്ചനവും നമുക്ക് കാണാൻ സാധിക്കുകയില്ല. കിലോമീറ്ററുകൾ ചുരത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ പോകുന്ന വാഹനത്തിൽ നിന്ന് താഴ്ഭാഗത്ത് നോക്കിയാൽ വലിയ ഗർത്തങ്ങൾ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ തലകറങ്ങാൻ വരെ സാധ്യതയുള്ള വലിയ ഗർത്തങ്ങൾ. ആ ഗർത്തങ്ങളിലൂടെ സഞ്ചരിച്ച് വേണം ദാദാ ഹയാത്ത് എന്ന് പറയുന്ന മലമുകളിൽ നമുക്ക് എത്തിപ്പെടാൻ. ആ മലമുകളിൽ എത്തിപ്പെട്ടാൽ അവിടെ കാണുന്ന വലിയ ദൃഷ്ടാന്തങ്ങളുണ്ട്. പാറക്കെട്ടുകൾക്കടിയിൽ ഒരുപാട് മഹാന്മാർ അന്തിയുറങ്ങുന്നു. ആ പാറക്കെട്ടുകൾക്കടിയിൽ നിന്ന് 24 മണിക്കൂറും വെള്ളം ഉറ്റുകൊണ്ടിരിക്കുകയാണ്. അവിടെ സിയാറത്തിന് എത്തുന്നവർ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൽ നിന്ന് മാത്രമല്ല വിവിധ ഭാഗങ്ങളിൽ എത്തിപ്പെടുന്നവരുണ്ട്. ഇത് പറയാൻ കാരണം ഇവിടെ ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് ഒരാൾ എങ്ങനെ എത്തിപ്പെട്ടു എന്ന് ചിന്തിക്കുന്നവർക്ക് ഒരു സൂചന മാത്രം പറഞ്ഞതാണ്. അവിടെ എങ്ങനെ എത്തിപ്പെട്ടു, അവിടെ മഹാന്മാരുണ്ട് എന്നതിന് ഒരുപാട് തെളിവുകൾ, അതിൻ്റെ സാഹചര്യങ്ങൾ നമുക്ക് പറയുന്നുണ്ട്. അതുപോലെ നാം സാധാരണഗതിയിൽ സഞ്ചരിക്കുന്ന ഊട്ടി, അതുപോലെ മൈസൂർ, ഊട്ടിയിൽ നമ്മൾ പോകാറുള്ളത് കേവലം വിനോദത്തിന് വേണ്ടി മാത്രമാണ്. എന്നാൽ ഊട്ടിയുടെ ഒരു ഭാഗത്ത് വലിയൊരു മഹാൻ കാടുകൾക്കിടയിലൂടെ പോയാൽ അവിടെ അന്ത്യവിശ്രമം കൊള്ളുന്നത് നമുക്ക് കാണാൻ കഴിയും. അത്തരം മഹാന്മാർ കാടുകളെ തെരഞ്ഞെടുത്തവരാണ്. പഴയ കാലത്ത് നമ്മുടെ മഹാന്മാർ, മുൻഗാമികൾ, അവർ അള്ളാഹുമായി ഇബാദത്ത് ചെയ്യുന്നതിന് വേണ്ടി തെരഞ്ഞെടുക്കുന്ന സ്ഥലമാണ് ഈ കാടും മലകളുമുള്ള മേഖല. നമ്മുടെ വളിഞ്ചയിൽ കർക്കടകോളി നമുക്ക് സുപരിചിതമാണ്. പക്ഷെ ഇതിൻ്റെ തൊട്ടടുത്ത് ഒരു വീടുകളൊന്നും നമുക്ക് കൂടുതലായി കാണാൻ കഴിയില്ല. പിന്നെയോ ഒരു മഹാൻ ഇവിടെ അന്തിയുറങ്ങുന്നു എന്ന് മാത്രം നാം പഠിച്ചു വെച്ചിട്ടുണ്ട്. കേവലം നമ്മുടെ വെളിഞ്ചയുടെ ചരിത്രം നോക്കുമ്പോൾ, അല്ലെങ്കിൽ കാസർഗോഡിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ വെളിഞ്ചയുടെ ചരിത്രത്തിന് പുരാതനമായ ബന്ധങ്ങൾ ഒരുപാടുണ്ട്. അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം ഒന്ന് അന്തിയുറങ്ങുന്ന മഹാൻ തന്നെയാണ്. പിന്നൊന്ന് തൊട്ടടുത്ത് കിടക്കുന്ന മാവിനക്കൊട്ട എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. ഇവിടെ നമ്മുടെ മൗവാറിലേക്ക് പോകുമ്പോൾ മുക്കൂറിൽ നിന്ന് പ്ലാന്റേഷൻ, മൗവാർ പ്ലാന്റേഷൻ്റെ മുകളിൽ കയറിയാൽ നമുക്കൊരു സ്ഥലം കാണാൻ പറ്റും, മാവിനക്കൊട്ട, മാവിന മൊട്ട. ആ മൊട്ടയിൽ കയറിയാൽ അവിടെ പുരാതന ചരിത്രം മയവിറക്കുന്ന വലിയൊരു അടയാളം ഇന്ന് നമുക്ക് കാണാം. എന്താണത്? അവിടെ ഗുഹയുണ്ട്. ഗുഹക്കകത്തോ പഴയകാല മനുഷ്യന്മാർ താമസിച്ചതും അധിവസിച്ചതുമായ ഒരുപാട് അടയാളങ്ങൾ അതിൻ്റെ ചുറ്റുവട്ടത്തായി നമുക്ക് കാണാം. ആ ഗുഹയുടെ ഒരു ഭാഗം കിടക്കുന്നത് ഏതോ ഒരു മാവിനക്കട്ടയിലാണോ അല്ലെങ്കിൽ ആലിഞ്ച അമ്പലത്തിൻ്റെ ആ വളപ്പിലാണോ എന്നും പറയപ്പെടുന്നു. അതിൻ്റെ ചരിത്രം മറ്റൊരു ദിശയിലൂടെ നമുക്ക് നോക്കുമ്പോൾ ടിപ്പു സുൽത്താൻ റളിയല്ലാഹു അൻഹുവിൻ്റെ പടയോട്ട ഭൂമിയിൽ നമ്മുടെ വെളിഞ്ചയും അന്ന് അതിൽ അംഗമായിരുന്നു. അല്ലെങ്കിൽ ടിപ്പു സുൽത്താനിൻ്റെ പടയാളികൾ മാവിനക്കൊട്ടയിൽ തമ്പടിച്ച് നിരുന്ന സ്ഥലമായിരുന്നു ആ ഗുഹ എന്നും പറയപ്പെടുന്നു. ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ നാടിൻ്റെ ചരിത്രം ഒരുപാട് പ്രാചീന കാലമായി ബന്ധപ്പെട്ട് കിടക്കേണ്ടതാണ്. നാം മനസ്സിലാക്കിയത് കർക്കടകോളിയിൽ ഒരു മഹാനുണ്ട് എന്ന് മാത്രമാണ്. അല്ല, നമ്മുടെ ചരിത്രം പഠിക്കുമ്പോൾ കർക്കടകോളി എന്ന് പേരിൻ്റെ നിധാനവും വെളിഞ്ച എന്ന് പറയുന്ന പേരിൻ്റെ നിധാനവും അന്വേഷിക്കുമ്പോൾ നമുക്ക് സഞ്ചരിക്കാൻ കഴിയുന്നത് ഒരുപാട് വഴി ദൂരത്താണ്. വെളിഞ്ച, എങ്ങനെ വെളിഞ്ച വന്നു? ആദ്യം എന്തായിരുന്നു വെളിഞ്ചയുടെ പേര്? കർക്കടകോളി. എങ്ങനെ കർക്കടകോളി വന്നു? ആ കർക്കടകോളിയിൽ കിടക്കുന്ന ഗോളി, ആ ഗോളിയുമായി നല്ല ബന്ധമുണ്ട്. ഇവിടെ ഒരു ഗോളി ഉണ്ടായിരുന്നു, ആൽമരം. പഴയകാല മഹാന്മാർ അവർ ജീവിച്ചിരുന്നതും ജീവിക്കാൻ വേണ്ടി അധിക പേരും തെരഞ്ഞെടുത്തതും ഇത്തരം ആൽമരച്ചുവടുകൾ എന്ന് പറഞ്ഞാൽ ഗോളിമരം നമുക്കെല്ലാവർക്കും പരിചയമുള്ളതാണ്. ഇത്തരം ഗോളിമരത്തിൻ്റെ ചുവടുകളിൽ, അതിൻ്റെ ചുവട്ടിൽ അവർ ഇബാദത്തെടുക്കുകയും അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കുകയും ചെയ്തിരുന്ന ചരിത്രങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ എന്തിനി നമ്മൾ സംശയിക്കണം? അപ്പോൾ മറ്റൊരു ചോദ്യം വരുന്നു, അവർക്ക് കുടുംബക്കാരുണ്ടായില്ലേ? അവരെവിടെ പോയി? ഇല്ല, ആ ചോദ്യങ്ങൾക്ക് പ്രസക്തിയില്ല. പിന്നെയോ പഴയകാല മഹാന്മാർ അവർ അള്ളാഹുവിന് വേണ്ടി ആരാധിക്കാൻ സ്വന്തം വീടും സ്വന്തം നാടും വിട്ടിറങ്ങിയ ഒരുപാട് ചരിത്രങ്ങളുണ്ട്. അവരുടെ കുടുംബക്കാർ ഒന്നിച്ച് വന്നിട്ടുണ്ടാവില്ല.
അവരുടെ കൂടെ അനുയായികൾ വന്നിട്ടുണ്ടാകും. ഒരു പക്ഷേ ഇതെന്റെ അനുമാനമാണ്. തൊട്ടടുത്ത് കിടക്കുന്ന കുമ്പടാജ ഫക്കീർ അലി വലിയുള്ള ആ മഹാന്റെ ചരിത്രം ഒരു പക്ഷേ ഈ മഹാനുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ടാകും. അതിന് തൊട്ടടുത്തു പോയാൽ പെരടാരയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന ജാറത്തിൽ കൊടുക്കുന്ന മഹാന്മാർ പോകട്ടെ. അതിനപ്പുറം പോയാൽ ചടക്കലിൽ അവിടെയും കിടക്കുന്നത് മഹാന്മാരാണ്. അതൊന്നും നമ്മുടെ നാട്ടുകാരല്ല, നമുക്കറിയുക പോലുമില്ല. പിന്നെ എങ്ങനെ നാം വിശ്വസിക്കണം? പക്ഷേ അവർ മഹാന്മാരാണ്. നമ്മുടെ മുൻഗാമികളിൽ നിന്ന് മരണപ്പെട്ടു പോയവരല്ല, നമ്മുടെ കുടുംബങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരല്ല എന്നെല്ലാവർക്കും അറിയാം. അത്തരം മഹാന്മാർ ദീനീ ദഅവത്തിന് വേണ്ടി വന്നതായിരിക്കാം, അല്ലെങ്കിൽ ദീനീ ദഅവത്തിന് വേണ്ടി വന്ന് ഇത്തരം വിജനമായ അല്ലെങ്കിൽ കാട് പ്രദേശങ്ങൾ തെരഞ്ഞെടുത്ത് അവിടെ മൺമറഞ്ഞുപോയ മഹാന്മാരായിരിക്കാം. അങ്ങനെ മൺമറഞ്ഞുപോയ മഹാന്മാർ അവർ പിന്നീട് ചില ദൃഷ്ടാന്തങ്ങൾ കാണിച്ചുകൊണ്ട് നമുക്കിടയിൽ കറാമത്തുകൾ വെളിവാക്കാറുണ്ട്. എത്രയോ സംഭവങ്ങളുണ്ട്. കണ്ണൂർ ജില്ലയിൽ പോയാൽ നിങ്ങൾക്കറിയാം, നിലാമുറ്റം എന്ന് പറയുന്ന സ്ഥലം. അവിടെ പോകാത്തവർ വിരളമായിരിക്കും. ആ സ്ഥലത്ത് പോയാൽ അവിടെ എന്താ നമുക്ക് കാണാൻ കഴിയുക? വലിയ കാട്. ആ കാടിൽ ഇങ്ങനെ നടന്നു പോയാൽ സുബ്ഹാനല്ലാഹ് എണ്ണമറ്റ മഖാമുകൾ, ഖബറുകൾ ശുഹദാക്കളുടേതാണെന്നും ബദരീങ്ങളുടേതാണെന്നും പറയപ്പെടുന്നു. കോഴിക്കോട് പാറപ്പള്ളിയിൽ പോയാലോ വിജനമായ കുന്നിൻ പ്രദേശം, തീരദേശമാണത്. കേരളക്കരയിൽ വന്ന ആദ്യത്തെ സയ്യിദിന്റെ പാദസ്പർശമേറ്റ മണൽത്തരികളാണ് കോഴിക്കോട് പാറപ്പള്ളിയിലുള്ളത്. അവിടെയൊക്കെ എങ്ങനെയായിരുന്നു? ഇതുപോലെയുള്ള മഹാന്മാർ അവിടെ അന്തി ഉറങ്ങുന്നു, അവർ സിയാറത്ത് ചെയ്യുന്നു, ഉറൂസ് കഴിക്കുന്നു. അവരൊന്നും നമ്മുടെ നാട്ടുകാരല്ല. ഈ ചരിത്രത്തിന്റെ പശ്ചാത്തലങ്ങളിലൂടെ നമുക്ക് സഞ്ചരിക്കുമ്പോൾ ഇത്തരം മഹാന്മാരുടെ ചരിത്രം നമുക്ക് പഠിക്കാൻ പറ്റും. അവർ ഭാര്യമാരായി വന്നതല്ല, കുടുംബക്കാരായി വന്നതല്ല. അവർ വരാത്തത് കൊണ്ട് നമുക്ക് അവരെക്കുറിച്ച് കൂടുതൽ ഡീറ്റെയിൽസ് ഇല്ല എന്ന് മാത്രം.